ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏഞ്ചൽ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോറിക്ഷയുടെ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോറിക്ഷയുടെ എൻ്റെ വണ്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അനിയൻ ആ വണ്ടി കൊടുക്കണ്ട എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ അനിയൻ ഓടിക്കുന്നൊരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടി പിന്നെ കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഏഞ്ചലിനെ കൊടുക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ വന്നു കേട്ടോ. അപ്പോൾ കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി വീട്ടിലുള്ളവരെല്ലാവരും കൂടി. അപ്പോൾ നമ്മൾ വേറൊരു വണ്ടിയാണ്, അനിയൻ ഓടിക്കുന്ന വണ്ടിയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ വിശേഷങ്ങൾ കാണാം. ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ എൻ്റെ മറ്റേ വണ്ടിക്ക് ഫിനാൻസ് ഉള്ളതുകൊണ്ട് ഈ വണ്ടി കൊടുത്തിട്ട് ആ വണ്ടിയുടെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാക്കിയിട്ട് ഈ വണ്ടി അനിയൻ ഓടിക്കുക എന്നുള്ളൊരു സെറ്റപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇതിൻ്റെ പേര് ഏഞ്ചൽ എന്ന് തന്നെയാണ്. അനിയൻ ഓടിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ. ഫുൾ പേപ്പർ വണ്ടിയാണ്. 2012 മോഡൽ വണ്ടിയാണ് ഈ വണ്ടി കേട്ടോ. വണ്ടി നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി വന്നിട്ട് നോക്കുന്നവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ്റെ ശബ്ദം കേട്ടാൽ, സ്മൂത്ത്നെസ് കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൽ സബ്ബുണ്ട്. സബ്ബൊക്കെ നമ്മൾ സബ്ബൊന്നും ഊരില്ല. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ എല്ലാം ഉള്ള വണ്ടിയാണ് കേട്ടോ. എല്ലാ സെറ്റപ്പുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഒരു പിന്നെ പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. ബോഡിയൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള ബോഡിയാണ് വണ്ടിയുടെ. പിന്നെ ഇച്ചിരി പോലും പിന്നെ വണ്ടിക്ക് പിന്നെ പാച്ചോ കാര്യങ്ങളോ ഇല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാവരും ഓട്ടോനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വണ്ടിയൊക്കെ നോക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഓയിൽ സർവീസ് മാത്രമേ കഴിയാനുള്ളൂ. ഓയിൽ സർവീസ് ഒരു 1500 കിലോമീറ്റർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഓയിൽ സർവീസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ പിന്നെ ഓയിൽ സർവീസൊക്കെ കറക്റ്റ് 5000 കിലോമീറ്റർ 6000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ നടത്തുന്നതാണ്. ഇതിനകത്ത് സബ്ബ് ഉണ്ട്, കണ്ടില്ലേ? സബ്ബ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഉള്ളിലെ ഇന്നറുകളും കാര്യങ്ങളും സീറ്റും എല്ലാം നല്ല വൃത്തിയാണ് കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല എല്ലാ പിന്നെ മീറ്റർ ടെസ്റ്റ് എല്ലാം പുതിയ മീറ്റർ. പിന്നെ വണ്ടിയുടെ ഉൾഭാഗമൊക്കെ ഒരു ചെറിയ പിന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നതാണ്. അത്യാവശ്യം ഓടാനുള്ള ടയറുകളുണ്ട്. റിസോൾ പിന്നെ എല്ലാം പുതിയ റിസോൾ ടയറാണ്. സ്റ്റെപ്പിനി അത്യാവശ്യം നല്ല കട്ടയുള്ളതാണ്. ഓക്കെ. പിന്നെ പറയാത്തക്ക വണ്ടിക്ക് ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അത് വണ്ടി എടുക്കാൻ വരുന്നവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ വണ്ടി എത്രത്തോളം. പിന്നെ എൻ്റെ മറ്റേ വണ്ടി അവിടെ നിൽപ്പുണ്ട്, ആ വണ്ടിയെ പോലെ തന്നെ. പക്ഷേ ഇത് 2012 ഈ വണ്ടിയുടെ മോഡൽ കേട്ടോ. അപ്പോൾ ഈ വണ്ടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഈ വണ്ടി ഇങ്ങനെ കാണുന്ന പോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഇതിനകത്തുനിന്നൊന്നും ഊരി മാറ്റും ഒന്നുമില്ല, ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ. നമ്മളുടെ നമ്പർ വെച്ചിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് ഒരു ലൈറ്റുണ്ട്, അത് മാത്രം നമ്മളിങ്ങോട്ട് ഊരിയെടുക്കും. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. കണ്ടില്ല, ടയറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാം പിന്നെ ഒരു 6 മാസമൊക്കെ ഓടാനുള്ള ടയർ കണ്ടീഷൻ ഈ വണ്ടിക്കുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മുടെ പിള്ളേരെ പോലെ തന്നെയാണ് വണ്ടീനൊക്കെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിന്നെ ഈ വണ്ടി നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാം. നമ്മൾ ഗ്യാരണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോക്ക് തന്നെ കോൺടാക്റ്റ് നമ്പറുണ്ട്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്നവർ ഇതൊന്ന് പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് വിറ്റേ പറ്റും നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പായിരിക്കും ഇത് ഒന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അനിയൻ്റെ നമ്പറാണിത് കേട്ടോ. ഇതാണ് നമ്മുടെ കോൺടാക്റ്റ് നമ്പറാണ്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാം. ഡീറ്റെയിൽസ് എല്ലാം വിലയുടെ കാര്യങ്ങളെല്ലാം അവൻ പറയും. ഓക്കെ. അപ്പോൾ ഇതാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് 3 ദിവസമേ ആയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ വീണ്ടും പറയുന്നു, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഓട്ടോ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം.